PM ശ്രീ പ്രൈം മിനിസ്റ്റർ സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്ന യൂണിയൻ സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതി എതിർക്കപ്പെടേണ്ടതുണ്ടോ? പരിശോധിക്കാം. മോദി സർക്കാർ 2022 ആരംഭിച്ച ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് ഇത്. രാജ്യത്തെ തെരഞ്ഞെടുത്ത സ്കൂളുകളുടെ മാതൃക സ്കൂളുകളാക്കി വികസിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ആധുനിക ലാബുകൾ, ലൈബ്രറികളും കായിക സൗകര്യങ്ങളും, തൊഴിൽ നൈപുണ്യ പരിശീലനം, ഡിജിറ്റൽ പഠന സംവിധാനങ്ങൾ എന്നിവയൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ. നിരവധി കേന്ദ്ര സംസ്ഥാന സ്കൂളുകൾ പദ്ധതിയുടെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഇതിനകം. എന്തുകൊണ്ടാണ് PM ശ്രീ പദ്ധതി രാജ്യത്തിന് അപകടകരമാണെന്ന് ഇടതുപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്? ഈ പദ്ധതിയിൽ പരിമിതമായ സ്കൂളുകൾ മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ എന്നതുകൊണ്ട് രാജ്യത്തെ എല്ലാ സ്കൂളുകൾക്കും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നില്ല. പദ്ധതിയിൽപ്പെടുന്ന സ്കൂളുകൾക്ക് മാത്രം കൂടുതൽ ധനസഹായം ലഭിക്കുന്നതിനാൽ മറ്റ് സർക്കാർ സ്കൂളുകൾ പിന്നിലായി പോകും. അത് വിദ്യാഭ്യാസ രംഗത്ത് അസമത്വം സൃഷ്ടിക്കും. സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസ സ്വയംഭരണാധികാരത്തെ ബാധിക്കും. കെട്ടിടങ്ങളും ഡിജിറ്റൽ സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുക എന്നത് മാത്രം വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയർത്തുന്ന ഘടകങ്ങളല്ല. ഇടതുപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് CPIM, PM ശ്രീയെ എതിർക്കുന്നതിന് ചില രാഷ്ട്രീയവും നയപരവുമായ കാരണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം ഭരണഘടനയിലെ സമവർത്തി പട്ടികയിലുള്ള വിഷയമാണ്. PM ശ്രീ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസ നയങ്ങളിൽ കൂടുതൽ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കും. അത് അപകടമാണ്. PM ശ്രീ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് NEP, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 നടപ്പാക്കൽ. ഇടതുപക്ഷ പാർട്ടികൾ NEP 2020 ചില ഘടകങ്ങളെ എതിർക്കുന്നതിനാൽ അതുമായി ബന്ധപ്പെട്ട പരാതികളെയും സംശയത്തോടെ സമീപിക്കും. രാജ്യത്തിന്റെ ചരിത്രം സംഘപരിവാർ രാഷ്ട്രീയത്തിന് അനുസരിച്ച് തിരുത്തി എഴുതുന്നത് പോലെ നമ്മുടെ കുട്ടികൾ എന്തു പഠിക്കണം, എന്തു പഠിപ്പിക്കണമെന്ന് അവർ തീരുമാനിക്കുന്ന സ്ഥിതിയിലേക്ക് പോകും. അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. കേരളത്തിൽ LDF പ്രതിപക്ഷത്തിരുന്നപ്പോൾ PM ശ്രീ MOU ഒപ്പിട്ടതിനെതിരെ വലിയ വായിൽ ഓരിയിട്ട UDF അധികാരത്തിൽ എത്തിയപ്പോൾ PM ശ്രീയെ വാരിപ്പുണരുന്ന വിചിത്രമായ കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറെ കൗതുകകരമായ കാര്യം, PS ശ്രീയെ ഏറ്റവും കൂടുതൽ എതിർത്ത നിയമസഭയിലെ മൂന്നാമത്തെ വലിയ കക്ഷിയും ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ എടുക്കുന്ന ഇരട്ടത്താപ്പാണ്.